ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി വന്നിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് വിനായകൻ പതുക്കനെ വന്നിട്ട് നന്ദിനി എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദിനി ചാടി എഴുന്നേക്കണ, തൊട്ടു പോകരുത് തന്നെ. നിങ്ങൾ എന്താ വിചാരിച്ചതിനെ പറ്റി? ഇങ്ങനെ എപ്പോഴെപ്പോഴും ആൾക്കാരെ മുന്നിൽ വെച്ച് എന്നെ തല്ലി എന്നെ അപമാനിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിക്കറിയാം നിങ്ങൾക്കും വേദയ്ക്കും ഇടയിൽ എന്തോ ഒന്ന് ഉണ്ട് എന്നുള്ള കാര്യം. നന്ദിനി, സോറി നന്ദിനി. നിങ്ങളെ അമ്മ ആ വള കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വന്ന് പരിശോധിച്ചത് ഈ അളമാരിയാണ്. ഇതിലില്ലയെന്ന് പറഞ്ഞപ്പോൾ ഇതിലില്ലയെന്ന് ഞാൻ കണ്ടപ്പോഴേ എന്തുമാത്രം സന്തോഷിച്ചെന്നോ. പക്ഷേ എന്നിട്ട് ഇപ്പോൾ എന്തായി? ഞാൻ അമ്മയോട് പോലും ഈ കാര്യത്തിന് വേണ്ടി വഴക്കിട്ടു. ഞാൻ എല്ലാവരുടെ മുന്നിലും അപമാനിക്കപ്പെട്ടില്ലേ? നിങ്ങളൊരു കള്ളനായി നിൽക്കുന്നത് ഞാൻ കാണേണ്ടി വന്നില്ലേ? അതൊക്കെ നിങ്ങൾ ഒരൊറ്റ ആൾ കാരണമാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സോറി നന്ദിനി, ഞാൻ സോറി പറഞ്ഞല്ലോ, പറ്റിപ്പോയി എന്ന് പറയാണ് കേട്ടോ. എന്നാൽ പറയ്, നിങ്ങൾ എന്തിനാണ് ആ വള എടുത്തത്? അത് ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ. അതങ്ങനെ ഞാൻ വിശ്വസിച്ചെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഞാനങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. അത് നിങ്ങൾ സത്യം പറയും, എന്തിനാണ് അവൾ എടുത്തത്? അത് പിന്നെ അത് ഞാൻ ചീട്ട് കളിച്ച് കുറച്ച് പൈസ പോയി. എന്ത് 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 എന്താ നിങ്ങൾ പറയുന്നത്? ചീട്ട് കളിച്ച് പൈസ പോകാനോ എന്ന് ചോദിക്കട്ടെ. അതെ. എത്ര പൈസ? ഒരു 1.5 ലക്ഷം രൂപ. എൻ്റെ ദൈവമേ, 1.5 ലക്ഷം രൂപയെ! അത് പിന്നെ പണ്ട് മഹാമാരി വരെ ചീട്ട് കളിച്ചിട്ട് പൈസ ഒക്കെ പോയിട്ടുണ്ട്. ആണോ മഹാനെ? 1.5 ലക്ഷം രൂപയാണോ കൊണ്ടുപോയി കളയുന്നത്? നിങ്ങളെന്നാലും എൻ്റെ മുഖത്തടിച്ചില്ല എല്ലാവരും മുന്നിൽ വെച്ച്. ഞാനും നിങ്ങളുടെ മുഖത്ത് ഒരെണ്ണം തരട്ടെ എന്ന് പറഞ്ഞിട്ട്, ഇതിലും ഭേദം നീ എന്നെ തല്ലുന്നത് തന്നെയാണ്. തല്ല് എന്ന് പറഞ്ഞിട്ട് കൈയെടുത്തിട്ട് ഇങ്ങനെ കവളത്തടിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല, വാ വീടിന് എല്ലാവരും കാണല്ലേ, എല്ലാവരും മുന്നിൽ വെച്ചിട്ടും ഞാൻ നിങ്ങളെ മുഖത്തടിക്കട്ടെ. അപ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, പെണ്ണുങ്ങൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേദനയില്ല, വിഷമമില്ലാന്ന്. നിങ്ങൾ ഭർത്താവല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് വിചാരിച്ച് സഹിച്ച് ക്ഷമിച്ച് എല്ലാവരും നിൽക്കുന്നതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പക്ഷേ തിരിച്ചു ഒരെണ്ണം അങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ഈ 6 അടി 8 അടി പൊക്കം ഒക്കെ ഉണ്ടല്ലോ, ഇല്ലാണ്ടാവും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വിനായകൻ പറയും, ക്ഷമിക്കും നന്ദിനി, ഞാൻ പറഞ്ഞല്ലോ, മാപ്പ് പറഞ്ഞല്ലോ. ഞാൻ ഇങ്ങനെ അടി കൊണ്ട് ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകാം. വലിയ കൊട്ടാരമൊന്നും അല്ലെങ്കിലും ചോർന്നൊലിക്കാത്തൊരു വീടുണ്ട് എനിക്ക്. ഞാൻ അവിടെ പോയിട്ട് നിന്നോളാം എന്ന് പറയാം കേട്ടോ. അയ്യോ നന്ദിനി, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഇങ്ങനെ അടിയും കൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അയ്യോ നന്ദിനി, അങ്ങനെ തീരുമാനിക്കില്ലേ. എന്നാ പറയും, നിങ്ങളും വേദയും തമ്മിൽ എന്താ ഉള്ളത്? അയ്യേ, അങ്ങനെ ഞാനും വേദന തമ്മിൽ ഒന്നുമില്ല. നിങ്ങളെ മാറ്റി നിർത്തി വേദ ഇടയ്ക്ക് എന്തോ പറയുമ്പോൾ നിങ്ങളിങ്ങനെ വയലൻ്റ് ആവുന്നത്. ഇപ്പം പലതവണയായാലും നിങ്ങൾ എന്നെ അടിക്കുന്നത്. അതെ, ഞങ്ങൾ തമ്മിലൊന്നുമില്ല. എന്നാൽ ശരി, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ചെയ്യാം. നീ നിൻ്റെ വീട്ടിൽ പോകണം? അതെ. എന്നാൽ പോയി നിൻ്റെ വീട്ടിൽ നിൽക്ക്. നീ പറഞ്ഞല്ല നിനക്ക് ചോറ് നിൽക്കാത്തൊരു കൂരയുണ്ടെന്ന്. നീ ആ കൂരയെ ചെന്ന് കിടക്കടി. ഞാനൊന്ന് താഴാന്ന് വിചാരിച്ചപ്പോൾ അവളുടെ തലയിൽ കയറി നിരങ്ങണം. അയ്യോ വിനയേട്ടാ, അത് അങ്ങനെയല്ല. ഏതങ്ങനെയല്ലാന്ന്? നീ പൊക്കോ, നിൻ്റെ വീട്ടിലേക്ക് പോക്കോ, എനിക്ക് ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞിട്ട് വിനായകനങ്ങട് ദേഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോകും കേട്ടോ. അപ്പം നന്ദിനി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉത്തരം കിട്ടാണ്ടാകുമ്പോഴല്ലോ ഇങ്ങനൊരു വയലൻ്റ് ആവുന്നത്. എന്തായാലും പാവത്തരം അഭിനയിച്ച് വേദയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ നന്ദിനി ഇങ്ങനെ മനസ്സിൽ പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് വർഷനെയും കൊണ്ടുവരികയാണ്. അപ്പോൾ വർഷയ്ക്കാണ് ടെൻഷൻ. വർഷം പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാൾ വീട്ടിൽ പോയി നിന്നതിൽ അമ്മയ്ക്ക് വിഷമമുണ്ടാവുമല്ലേ, അമ്മ എന്നോട് ദേഷ്യപ്പെടുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മരുമക്കൾക്ക് അങ്ങനെയാണല്ലോ, വീട്ടിൽ ചെന്ന് നിൽക്കാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ പിന്നെ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ, അതങ്ങനെയൊന്നുമല്ല, അവിടെ ആകുമ്പോൾ പിന്നെ നോക്കാൻ ആളുണ്ടല്ലോ. എന്താ ഇവിടെ നോക്കാൻ ആളില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷം പറയും, അയ്യോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല, എന്തായാലും നീ വായോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. അമ്മ ഇപ്പം നിരാഹാര സമരത്തിലാണ് എന്ന് പറയും. അങ്ങനെ അമ്മ ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇവരെ കാണുമ്പോഴത്തേനും കൊച്ചിനെ എടുത്ത് വാങ്ങണ്ടേ, അച്ഛന്മാർ പൊന്നു വായോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വർഷ ചോദിക്കും, അമ്മ എന്ത് പരിപാടി കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ടോ. എന്താ വർഷേ, ഞാൻ അറിഞ്ഞു ദീപ്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ അമ്മ ഇങ്ങനെ നിരാഹാരം എന്നിട്ട് എന്താ കാര്യം? അമ്മ നിരാഹാരം ചെയ്യുന്നതുകൊണ്ട് അവളുടെ തീരുമാനം മാറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അമ്മ ഇങ്ങനെ പിടിവാശി കാണിക്കല്ലേ, ഇത് പിടിവാശിയല്ല വർഷ, സങ്കടമാണ്. ഞാനോ ഇവിടെ വീട്ടിലുള്ളവരൊന്നും പറഞ്ഞിട്ട് അവൾ അതനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, ഇതിന് മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇവരൊന്നും അതിന് സമ്മതിക്കൂല. ശ്രീയേട്ട, നിങ്ങൾ എടുത്ത് ചാടിയൊന്നും തീരുമാനിക്കരുത്, ഞാനെന്തായാലും അവളെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ദീപ്തിയുടെ അടുത്തേക്കും വർഷയെടുത്ത് വന്നോ എന്നൊക്കെ പറഞ്ഞ് ദീപ്തി നല്ല സന്തോഷത്തിലാണ് സംസാരിക്കുന്നത്. അന്നേരം പറയുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് പുറത്തൊന്ന് പോകണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വർഷ പറയാണ്, ദീപ്തി, അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ നീ പുറത്തേക്കൊക്കെ പോകുന്നത്, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ശരിയാണോ? അമ്മ വെറുതെ അമ്മയുടെ ഓരോരോ തീരുമാനങ്ങൾ എടുത്തതല്ലേ, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയണേ. അപ്പോൾ
വർഷ പറയുന്നുണ്ട്, നിൻ്റെ തീരുമാനമാണ് അമ്മനെ കൊണ്ട് അങ്ങനെ എടുപ്പിച്ചത്, നീ അങ്ങനെ തീരുമാനിക്കാൻ അങ്ങനെ ഒരു അവസരം അമ്മയ്ക്ക് കൊടുത്തിട്ടല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അവൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് പറ്റുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അതെന്തായാലും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കൂല, അതെനിക്കറിയാം. എന്തായാലും നിങ്ങൾക്ക് ഒരു കൊച്ച് ഇപ്പം ഉണ്ടായതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അച്ഛൻ ജയിൽപ്പുള്ളിയായി മാറണ്ട. എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാതിരിക്കുന്നൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയും. പിന്നെ ഇതിനു മുമ്പ് കുറച്ച് കാലം മുമ്പ് വേദേച്ചിയുടെ ഹസ്ബൻഡിനെ നിങ്ങൾ കൊല്ലാൻ നോക്കിയില്ലേ? വർഷേച്ചിയുടെ അച്ഛനും ശ്രീയേട്ടനും കൂടിയിട്ട് എത്ര തവണ അങ്ങേരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ട് അതൊക്കെ സമൂഹം ചോദ്യം ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ശ്രീകാന്തിനോട് പറയാണ് കേട്ടോ, അത് എനിക്ക് എൻ്റെ ഇഷ്ടം എന്താണോ അതേ അനുസരിച്ച് നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദമല്ല ദീപ്തി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, കേട്ടില്ല അവൾ പറഞ്ഞത്, സാറില്ല വരട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് വർഷ. പിന്നെ പറയുന്നത് അച്ചമ്മ വേദനോട്, മോള് വരുമ്പോഴത്തേനും അച്ചമ്മ പോകും കേട്ടോ. അച്ചമ്മ എന്തിനാ പോകുന്നത്? അച്ചമ്മയ്ക്ക് ഇവിടെ നിന്നാൽ പോരെ മോളെ, ആ പെൺകുട്ടിക്ക് തീരെ വയ്യ, എനിക്ക് പോയേ പറ്റൂ. അച്ചമ്മയ്ക്ക് ഇനിയുള്ള കാലം ഞങ്ങളുടെ കൂടെ ഇവിടെ ജീവിച്ചൂടെ? അതിൽ ഭേദം നെയ്യും വിക്രവും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. അച്ചമ്മ എപ്പോഴാണ് പോകാൻ? ഞാനൊരു 11 മണിയാകുമ്പോഴേക്കും പോകും. ഞാൻ ഈ കാറ് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പം ഞാനും വിക്രമും കൂടി അങ്ങോട്ട് വരാം. പറഞ്ഞാൽ മാത്രം പോരാ, വരണം കേട്ടാന്ന് പറയും. അതൊക്കെ വരാം അച്ചമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ ശേഷം വേദ പോവുകയാണ് ജോലിക്ക്. പിന്നെ കാണിക്കുന്നത് വരുണും ദീപ്തിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, അച്ഛൻ നിന്നോട് എന്ത് പറഞ്ഞു? നിൻ്റെ അച്ഛൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്ത് പറയാം, അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. ഉപദ്രവിച്ചോ? അങ്ങനെയൊന്നുമില്ല, ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ചീത്തവിളി തന്നെയാണ് എല്ലാവരും. അപ്പോൾ എനിക്കറിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയിത്തീരുന്നു എനിക്കറിയാം. നിൻ്റെ ചേച്ചി എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ നമ്മുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സമാധാനം കിട്ടിയിട്ടില്ല, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും തെറ്റ് ചെയ്തവനാണ്. അപ്പോൾ എനിക്കിനി ശിക്ഷ അനുഭവിക്കേ വിധിയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ദീപ്തി പറഞ്ഞു, നീ തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്, ഞാൻ അത് വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ വരുൺ പറയും, നമ്മുടെ ഈ ബന്ധത്തെ ഈ ലോകത്തുള്ള ഒരാളും അംഗീകരിക്കില്ല, ഈ ഒരു സമൂഹവും അംഗീകരിക്കില്ല എന്ന് പറയും. അതൊക്കെ എനിക്കറിയാം, അങ്ങനെ തന്നെയായിരിക്കും നടക്കാന്നുള്ളത്. പക്ഷെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് നാൾ നമ്മളെ വഴക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും. അതിനുശേഷം അവരതൊക്കെ മറക്കും. നീ എന്തായാലും നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ വരുൺ പറയാണ്, ശരിക്കും എനിക്കൊരു ഇങ്ങനെയുള്ളൊരു ജീവിതമല്ല വേണ്ടത്. ഞാൻ ഇത്രയും വലിയ ക്രൂരനായിട്ടുള്ള ഒരാളല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടത് ഇനി ഏകാന്ത ജീവിതമാണ്. ഇങ്ങനൊരു ലൈഫൊന്നും എനിക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയണേ. അപ്പോൾ ദീപ്തി പറയുന്നത്, നീ അങ്ങനെ ഒന്നും ചിന്തിക്കേ വേണ്ട. ഞാൻ എന്തായാലും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ. മറ്റുള്ളവർ ഓരോന്ന് പറയുന്ന വിചാരിച്ച് നമ്മൾ തീരുമാനം മാറ്റാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട. എനിക്ക് ആ പെൺകുട്ടി ഒന്ന് കാണണം ദീപ്തി, നീ അതിനെന്നെ സഹായിക്കൂ. ഏത് പെൺകുട്ടി? ഞാൻ കാരണം ജീവിതം നഷ്ടപ്പെട്ട പെൺകുട്ടി. ശരി, അത് ഞാൻ ചെയ്യാം എന്ന് ദീപ്തി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദിനി സ്നേഹത്തോട് കൂടിയിട്ട് വന്നിട്ട്, അയ്യോ അമ്മ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇതിനൊക്കെ എന്നെ വിളിച്ചാൽ പോരെ, ഞാൻ ചെയ്തോളൂല്ലോ എന്ന് പറയുമ്പോൾ, വേണ്ട നന്ദിനി, ഇനി അതിൻ്റെ കണക്ക് സൂക്ഷിക്കാൻ, അതിൻ്റെ കണക്ക് പറയണ്ടെന്ന് പറയും കേട്ടോ. അച്ചമ്മ പറഞ്ഞാൽ 25 വയസ്സിൻ്റെ കണക്കാണോ? അതൊന്നും നോക്കണ്ട, ഞാൻ എന്താ കണക്ക് പറയാൻ നിൽക്കുന്ന ആളാണോ? ഞാൻ എന്തോരം അരി ആട്ടി തന്നു ഫസ്റ്റ് ദിവസം, എന്നിട്ട് ഞാൻ അതിന് കണക്കെങ്ങാനും പറഞ്ഞോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളെ കമലാമ്മ പറയുന്നുണ്ട്, എന്തായാലും വേണ്ട, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വള കാണാണ്ടായപ്പോൾ ടെൻഷനായപ്പോൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അങ്ങനെ എനിക്ക് ടെൻഷൻ കയറി കഴിഞ്ഞാൽ എന്താ പറയുന്നതെന്ന് ഒരു ബോധം ഉണ്ടാവില്ല. അമ്മ അതൊന്ന് മനസ്സിൽ വെച്ചേക്കില്ലേ, കളയണേ അതൊക്കെ എന്ന് പറയും കേട്ടോ. ശരി. പിന്നെ ഞാൻ ആ സമയത്ത് ശ്രീജേടത്തിയോട് മോശമായിട്ടൊക്കെ തന്നെ പെരുമാറിയത്. ശ്രീജേടത്തി എന്നോട് ക്ഷമിക്കണേ. എന്തായാലും അത് കഴിഞ്ഞില്ലേ, ഇനി അത് വിട്ടേക്കെന്ന് കമലാമ്മ പറയാനേ. പിന്നെ വേദ വരുന്ന കാണുമ്പോഴത്തേനും ഓടി ചെല്ലാനിട്ട്, വേദ ഇത് നേരത്തെ വന്നോ? ഇല്ല, നേരത്തെ ഒന്നും അല്ലല്ലോ. വെയിൽ പോയതായിരുന്നു, എനിക്ക് തോന്നിയതാവും. അതെ, വേദ വരുമ്പോഴേക്കും ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേദയും കൂടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറയും കേട്ടോ. എന്നിട്ട് അതെടുക്കാൻ പോകും. എന്താ ഇവൾക്കിത് എന്തു പറ്റി? എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീജയും പറയും, ഒരു അടുക്കളയിൽ കയറാൻ വേണ്ടിയുള്ള നന്ദിനി അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോഴേക്കും നന്ദിനി അത് കേട്ട് വരും കേട്ടോ. നന്ദിനി മനസ്സിലാവില്ല കാര്യം, അത് നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല, അത് എൻ്റെ കുഴപ്പം തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് കുടിച്ച് നോക്ക്, ഇതൊരു സ്പെഷ്യൽ സാധനമാണെന്ന് പറയും. ഇതെന്താ അത് കുടിച്ച് നോക്ക് എന്നിട്ട് പറയുമെന്ന് പറയും കേട്ടോ. ഇതിലെന്താ അരിമണി വറുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അരിമണി വറുത്തിട്ടുണ്ട്. പണ്ടേ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അമ്മ കഴിക്കാനൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ചക്കര ഇട്ട കട്ടൻ കാപ്പിയിൽ
അരിമണിയൊക്കെ വറുത്തിട്ട് തരും. എന്തായാലും വേദ കുടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല, കാരണം കാശുള്ള വീട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് കുടിച്ച് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് കമലാമ്മ പറയും. ഇതേ ശ്രീജേട്ടത്തേക്ക് നമുക്കൊരു ബിസിനസ് ആക്കാം. കാരണം കപ്പിപ്പൊടിയും ശർക്കരയും അരിമണിയും ഇട്ടൊരു പാക്കറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് അന്തസ് എന്നൊരു പേരും കൂടെ കൊടുക്കാം നമുക്ക്. അപ്പോൾ നൊസ്റ്റാൾജിക്കല്ലേ ഇത്, അപ്പോൾ അതെന്തായാലും വിറ്റ് പോയിക്കോളും. ഇത് സിനിമയിലൊന്നും പറയുന്നത് പോലെ കട്ടൻ ചായയും ഇടിമിന്നലും അങ്ങനെയുള്ളതൊന്നുമല്ല. ഇത് ശരിക്കും അന്തസ്സാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചിരിക്കുന്നത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ പ്രമോല് കാണിക്കുന്നത് വിക്രം വേദ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രമിനോട് വേദ പറയണേ, നിങ്ങൾക്ക് ഒരു അടി പോലും കൊള്ളാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഗുണ്ടകളൊക്കെ വരുമ്പോഴെന്നൊക്കെ പറയാൻ കേട്ടോ. അതെങ്ങനെയാണ് നീ എന്നെ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കും കേട്ടോ. പൊതിഞ്ഞങ്ങ് പിടിക്കും നിങ്ങളെ ഞാൻ, ഒരടി പോലും നിങ്ങൾക്ക് കിട്ടൂല. അങ്ങനെ ഒരടി പോലും കിട്ടാതെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു പറയാൻ കേട്ടോ. അപ്പോൾ വിക്രമിന് ചിരി വരികയാണ് പൊതിഞ്ഞ് പിടിക്കുന്നതൊക്കെ പറയുമ്പോൾ. പിന്നെ കാണിക്കുന്നത് വാസവൻ്റെ ഭാര്യ പറയണം, ആ കുട്ടീനെ അവന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിച്ചോളാൻ പറയാന്നുണ്ട്. പക്ഷേ വാസവൻ അതിന് സമ്മതിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളൂ. പിന്നെ വേറൊരു ഭാഗം കൂടെ പ്രമോല് കാണിച്ചിട്ടുണ്ട്. ശങ്കരനാരായണൻ വിക്രമിനെ തെറ്റിദ്ധരിക്കുകയാണ്. വിക്രമും വാസവൻ്റെ മോനും കൂടിയിട്ട് നന്ദിനിയല്ല നമ്മുടെ ദീപ്തിയുടെ ജീവിതം നശിപ്പിക്കാൻ പോകണമെന്നുള്ളതാണ് ശങ്കരനാരായണൻ വിശ്വസിക്കുന്നത്. പറയുന്നുണ്ട്, എൻ്റെ മോളെ അതായത് ദീപ്തിയുടെ ജീവിതം വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശങ്കരനാരായണൻ ആരാണെന്ന് നിങ്ങൾ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് കേട്ടോ വേദന. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.